ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല, ഞാനിവിടെ മസ്കറ്റിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും അത് പുറത്ത് ഡാൻഡ്രഫ് ഇങ്ങനെ നമ്മുടെ പരസ്യത്തിലൊക്കെ കാണില്ല, ഇങ്ങനെ ഡ്രസ്സിലാവുക, അങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഡാൻഡ്രഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇച്ചി സ്കാൽപ്പ്. അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫ് അസോസിയേറ്റ് ചെയ്ത് തന്നെ മുഖത്ത് പിമ്പിൾസ്, നമ്മുടെ ബാക്കിൽ, അങ്ങനെ ഫുള്ള് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അതിന് ട്രൈ ചെയ്തു. ഫസ്റ്റായിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്തു, പക്ഷെ ഒരു യൂസും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കുറച്ചുകൂടി ഷാമ്പൂ യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി സ്കാൽപ്പ് ഡ്രൈ ആകുകയാണ് ചെയ്തത്. പിന്നെ അത് ഡാൻഡ്രഫ് കൂട്ടി. അപ്പോൾ ഞാൻ കുറേ ഹോം റെമഡീസ് ഫോളോ ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും ബെനിഫിറ്റായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനൊരു യൂട്യൂബ് ഷോർട്ടിൽ ചാനലിലോ അങ്ങനെ കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം ഒരു മിക്സിയുടെ ജാറിലേക്കാക്കി നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ പൊടിച്ചെടുത്ത കരിഞ്ജീരകം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വെള്ളമാണ് വെച്ചേക്കുന്നത് അതിൻ്റെ പകുതി എമൗണ്ട് ആകണം. ആ ഒരു രീതിയിൽ ഇതൊന്ന് വറ്റി വരണം. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമ്മളിതൊരു 10 മിനിറ്റ് തണുക്കാൻ മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയ ഈ ഒരു ലിക്വിഡിലേക്ക് നമ്മൾ അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ അലോവേറ ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അലോവേറ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് ടാസ്ക്കാണ്, എങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടൈമിലാണ്, കിടക്കുന്നതിന് മുമ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ ഹെയർ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തല മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുക. ലോങ് ഹെയറിൻ്റെ ലെങ്ത്തിലോട്ട് വേണ്ട, സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക. അപ്പം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ വാഷ് ചെയ്ത് കളയാറില്ല. യൂഷ്വലി സാധാരണ പോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ വീക്ക്ലി 2 ടൈംസാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ അത്രയാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.